ഹലോ ഗായ്സ്, എല്ലാവർക്കും ഹാപ്പി ഈസ്റ്റർ. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്, നമ്മൾ രാവിലെ എണീറ്റപ്പോൾ തന്നെ ഇന്ന് ഈസ്റ്ററൊക്കെ അല്ലേ, എന്തെങ്കിലും സ്പെഷ്യൽ വാങ്ങിക്കാമെന്ന് പറഞ്ഞ് മാർക്കറ്റിലേക്ക് പോകാൻ തീരുമാനിച്ചു. അങ്ങനെ നമ്മൾ മാർക്കറ്റിലേക്ക് പോകാൻ ഇറങ്ങി. മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ പോത്ത് അങ്ങനെ അധികം കിട്ടാത്തത് കാരണം ഇത് പോത്ത് കിട്ടുന്ന കുറച്ച് ദൂരമുള്ള ഒരു മാർക്കറ്റിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. ദൂരം എന്ന് പറഞ്ഞാൽ ഒരുപാട് ദൂരം, ഒരു 10-12 കിലോമീറ്റർ ഉണ്ട്. അവിടെ മാത്രമേ നമുക്ക് പോത്തൊക്കെ കിട്ടാറുള്ളൂ. അപ്പം നമ്മളിവിടെ പോകുമ്പോൾ തന്നെ നമ്മൾ രാവിലെ തന്നെ പോകും, അല്ലെങ്കിൽ തിരിച്ചു വരുമ്പോഴത്തേക്ക് ഭയങ്കര വെയിലും പൊടിയും ഭയങ്കര ബ്ലോക്കൊക്കെ ആയിരിക്കും. അതുകൊണ്ട് നമ്മൾ 7:30 ആയപ്പോൾ തന്നെ ഇറങ്ങി. അങ്ങനെ നമ്മൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന വഴിയാണ്. ഇങ്ങനെ പോകുന്ന വഴിയിൽ ഒരു പാലമുണ്ട്. പാലത്തിൻ്റെ 2 സൈഡിൽ തന്നെ കുറേ കച്ചവടക്കാരുണ്ടാവും. കാരണം തുണികൾ, പാത്രങ്ങൾ, അങ്ങനെ കുറേ സാധനങ്ങൾ വിൽക്കുന്ന ആൾക്കാരുണ്ട്. ഇതൊക്കെ നമുക്ക് നല്ല വിലക്കുറവിൽ ഈ സാധനങ്ങളൊക്കെ കിട്ടും. അങ്ങനെ നമ്മൾ പോത്തും പച്ചക്കറികളും ഒക്കെ വാങ്ങിച്ച് നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു വരുന്ന വഴിയാണ്. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി. അപ്പോൾ ഇന്നലെ ഞാൻ പുട്ടുണ്ടാക്കാൻ വേണ്ടി അരിയൊക്കെ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പൊടിച്ച് പുട്ടുണ്ടാക്കാമെന്ന് കരുതി. സമയം ഒരു 9 മണിയൊക്കെ കഴിഞ്ഞുകൊണ്ട് നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ വാങ്ങിച്ച മല്ലിയില, കറിവേപ്പില, ആ പച്ചക്കറികളൊക്കെ ഒന്ന് കഴുകി വെക്കാമെന്ന് വിചാരിച്ചു. ആദ്യം തന്നെ ഇല ഐറ്റംസൊക്കെ കഴുകി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ പണി അങ്ങ് തീർന്നു കിട്ടുമല്ലോ. അങ്ങനെ പച്ചക്കറികളൊക്കെ കഴുകി മാറ്റി വെച്ചു. ഇനി വേറെ കുറേ കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട്. സൺഡേ ആകുമ്പോൾ നമുക്ക് കുറേ പണികൾ കാണുമല്ലോ. തുണി കഴുകാനും പിന്നെ ആഹാരം ഉണ്ടാക്കാനും ക്ലീൻ ചെയ്യാനും അങ്ങനെയൊക്കെ കുറേ. അങ്ങനെ ഇവിടെ പുട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഓർത്ത് പുട്ട് കഴിച്ചിട്ട് ഇനി ബാക്കി പരിപാടികളൊക്കെ നോക്കാമെന്ന്. അങ്ങനെ നമ്മൾ കഴിച്ചൊക്കെ കഴിഞ്ഞ്, പുട്ടിൻ്റെ കൂടെ നമ്മൾ ദാൽ കറിയാണ് കഴിക്കുന്നത്. കഴിച്ചൊക്കെ കഴിഞ്ഞ് തുണിയൊക്കെ കഴുകാനായിട്ട് ഇത് ഞാൻ അവിടെ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന ദോശക്കല്ലാണ്. പിന്നെ നമ്മൾ എല്ലാം കഴുകിയ സാധനങ്ങളൊക്കെ ഫ്രിഡ്ജിൽ വെച്ചു. ഇനി നമ്മൾ പോത്തിൻ്റെ കറി വെക്കുന്ന പരിപാടിയിലേക്ക് പോവുകയാണ്. ആദ്യം തന്നെ നമ്മളത് ചെറുതായിട്ട് കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കിയെടുക്കും. ഞങ്ങൾക്ക് കട്ട് ചെയ്താൽ വാങ്ങിക്കുന്നെങ്കിലും നമുക്ക് ചെറിയ ചെറിയ പീസുകളാക്കി കഴിക്കാനാണ് ഇഷ്ടം. അതുകൊണ്ട് നമ്മൾ വീണ്ടും കട്ട് ചെയ്യും. പിന്നെ നമ്മൾ കുക്കറിലാണ് വേവിക്കുന്നത്. നമ്മൾ ഇതെല്ലാം കഴുകി വൃത്തിയാക്കിയ പോത്തൊക്കെ കുക്കറിലേക്ക് ഇട്ടു. പിന്നെ സവാള, മഞ്ഞൾപ്പൊടി, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത് എല്ലാം ചേർത്ത് നമ്മൾ ഉപ്പൊക്കെ ഇട്ട് കുക്കറിലേക്ക് വേവിക്കാൻ വെക്കും. അങ്ങനെ അതിനെ നമ്മൾ അടുപ്പത്തേക്ക് മാറ്റി കഴിയുമ്പോൾ അടുത്ത നമ്മുടെ പരിപാടി എന്ന് പറയുന്നത്, ഈ കഴുകി വെച്ചിരുന്ന ഇലകളുടെ അകത്ത് വെള്ളമൊക്കെ പോയി. അപ്പോൾ നമ്മൾ ഈ കറിവേപ്പിലയും മല്ലിയിലയും ഇങ്ങനെ ഓരോ സെപ്പറേറ്റ് പാത്രത്തിലാക്കി അടച്ചിട്ട് ഫ്രിഡ്ജിനകത്ത് വെക്കും. അത് ഫ്രിഡ്ജിനകത്ത് വെച്ച് കഴിയുമ്പോൾ നമുക്കൊരു മിനിമം ഒരു 2 ആഴ്ചയെങ്കിലും, 2-2.5 ആഴ്ചയെങ്കിലും നമുക്കിത് നല്ല ഫ്രഷായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഞാൻ എപ്പോഴും ഇങ്ങനെയാണ് ചെയ്യുന്നത്. വാങ്ങിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ കഴുകി ഉണക്കി ഫ്രിഡ്ജിലേക്ക് വെക്കും. പിന്നെ നമ്മൾക്ക് കപ്പ കിട്ടിയിട്ടുണ്ടായിരുന്നു. കപ്പ നമ്മളിനിയും വൃത്തിയാക്കാൻ പോവാണ്. ആദ്യം നമ്മൾ കപ്പ വേവിക്കാനൊക്കെ പ്ലാൻ ചെയ്തത്. പിന്നെ എല്ലാ പണിയും കൂടെ ചെയ്ത് വന്നപ്പോഴത്തേക്ക് നമ്മൾ ഓർത്തു ഇനിയും കപ്പ പുഴുങ്ങുന്നതിലോട്ട് മാറ്റാമെന്ന്. അങ്ങനെ നമ്മൾ കപ്പ പുഴുങ്ങാനുള്ള വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ചു. വെള്ളം തിളച്ച് നമ്മൾ കപ്പയൊക്കെ ഇട്ടു. ആ പണി അങ്ങനെ നമ്മൾ കഴിഞ്ഞു. നമ്മൾ ആ വലിയ കപ്പ എല്ലാം കൂടെ എടുത്തപ്പോൾ കുറേ ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഒരു പീസ് മാറ്റി വെച്ചു ഫ്രിഡ്ജിലത്തേക്ക് അടുത്ത ദിവസം എടുക്കാൻ വേണ്ടിയിട്ട്. ബാക്കിയുള്ളത് നമ്മൾ കുറച്ചെടുത്തു. അങ്ങനെ അതെല്ലാം നമ്മൾ കഴിഞ്ഞിട്ട് അതിനകത്ത് ഉപ്പൊക്കെ ചേർത്തു. ഇപ്പോൾ നമ്മുടെ കപ്പ തിളച്ച് ഏകദേശം വെന്തിട്ടുണ്ട്. ഇനി നമ്മൾ ബീഫിൻ്റെ ബാക്കി പരിപാടിയിലേക്ക് പോവാം. ഇപ്പോൾ കുക്കറിൽ വെച്ച് അത് വെന്തിട്ടുണ്ട്. കുക്കറിൽ നിന്ന് മാറ്റി ഇനി ഞാൻ ഇതിലേക്ക് മസാലയൊക്കെ ചേർത്തിട്ട് ഇതിനകത്താണ് ഞാൻ ബാക്കി കുക്ക് ചെയ്യുന്നത്. എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല ഇങ്ങനെയാണോ എല്ലാവരും കറി വെക്കുന്നതെന്ന്. പക്ഷേ ഞാൻ എൻ്റേതായിട്ടുള്ള സ്റ്റൈലിലാണ് കറി വെക്കുന്നത്. ആ പരിപാടിയുടെ ഇടയ്ക്ക് നമ്മുടെ കപ്പ ഇവിടെ വെന്തിട്ടുണ്ട്. അത് നമ്മൾ വെള്ളം പോകാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി. അങ്ങനെ അതിൻ്റെ പരിപാടി കഴിഞ്ഞ് നമ്മൾ അതൊക്കെ മസാലയൊക്കെ പിടിക്കാൻ വേണ്ടി തീ കത്തിച്ച് അടുപ്പത്ത് അടച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ക്ലീനിങ്ങിൻ്റെ പരിപാടി ഉണ്ടായിരുന്നു. എല്ലാം പൊടിയൊക്കെ ആയിട്ട് കിടക്കുമായിരുന്നു. അതൊക്കെ ചെയ്ത് വന്നപ്പോഴത്തേക്ക് നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഏകദേശം വെള്ളമൊക്കെ ഒന്ന് വറ്റി ഒന്ന് സെറ്റായിട്ടുണ്ട്. പിന്നെ എനിക്കിവിടെ കുറച്ച് ചെടികൾ നല്ല കുറച്ച് പയർ, തുളസി,
കറ്റാർവാഴ അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. അതിനൊക്കെ വെള്ളമൊക്കെ ഒഴിച്ച് കുളിച്ചൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ഭക്ഷണം കഴിക്കാൻ പോയി. അങ്ങനെ ചോറ് വെന്തു, കപ്പ വെന്തു, ബീഫ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ബൈ ബൈ.